മറ്റേ സെറ്റ് മാരത്തോണിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഇരുന്ന് ഒരുമിച്ചാണ് പഠിച്ചതും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ മാക്സിമം ആ സെറ്റ് മാരത്തോൺ ആണെങ്കിലും ക്യൂസ് ഫ്രീ ബീസ് ആണെങ്കിലും എല്ലാം ഞങ്ങൾ മാക്സിമം അത് ഞങ്ങൾ യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻ പേപ്പറിന് കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കും. അപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. മെയിൻ പേപ്പറിനാണ്, അതായത് അതുൽ സാറെ ക്ലാസ് കംപ്ലീറ്റ് ഫുൾ അതിൽ വെബിനാർ റെക്കോർഡിങ്സ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ജനറൽ പേപ്പർ നമുക്ക് എവിടെയോ മിസ്സായി. അലൻസറുടെ ലോജിക്കൽ റീസണിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ 4, 5, 6 അതായത് ഫിലോസഫി, സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അത് വരുന്ന എല്ലാ ക്ലാസ്സും നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയ ടൈമിൽ നമുക്ക് തന്നെ തോന്നി തുടങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് സബ്ജക്റ്റ് നമ്മൾ തീരെ മീൻസ് എവിടെയോ നമുക്കത് മിസ്സാകുന്നുണ്ടെന്ന് തോന്നിയൊരു പോയിന്റിലാണ് നമുക്ക് ഇങ്ങനെ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ എന്നെ അങ്ങനെ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, അവൾ ഒരു കോഴ്സ് അവിടെ ചെയ്യുന്നുണ്ട്, നല്ല ക്ലാസ്സാണ്, അതുൽ സാറെ ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സാണ്, നീ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. ആണ് അതിന് മുമ്പുള്ള ഒരു 6 മാസം ട്രൈ ചെയ്യാന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ട്. പക്ഷേ ആ 6 മാസം മതിയായിരുന്നു. നമുക്കൊരു 6 മാസം കിട്ടിയ 6 മാസം നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുകയാണ്, നോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി സെറ്റ് ക്ലിയർ ചെയ്യാനെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. നമസ്കാരം, എൻ്റെ പേര് ലാമിയ. ഞാനിപ്പോൾ തിരൂര് കൂട്ടായി മൗലാന കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫൈനൽ ഇയർ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റ് ഫിസിക്കൽ സയൻസ് ആണ്. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു സെറ്റ്. ഞാൻ എൻ്റെ ഡിഗ്രി PG കംപ്ലീറ്റ് ചെയ്തത് MES വളാഞ്ചേരിയിൽ നിന്ന്, MES പൊന്നാനിൽ നിന്നായിട്ടാണ് ഡിഗ്രിയും PGയും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മെയിൻ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. എൻ്റെ BEdലെ ഫ്രണ്ട് ഹെന്ന, അവിടെ ഒരു കോഴ്സ് I+ൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളാണ് പറഞ്ഞത് ഇങ്ങനെ നല്ലതാണ്, കോഴ്സ് നല്ലതാണ്, ഒന്ന് ചേർന്ന് നോക്ക്, സെറ്റിനെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് ചേർന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേർന്നത് കഴിഞ്ഞ വർഷം 2024 മാർച്ച് 17 ഞാൻ സെറ്റ് കോച്ചിങ്ങിന് വേണ്ടി ചേരുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ എക്സാമിനോടനുബന്ധിച്ചുള്ള ഒരു 6 മാസമാണ് കോച്ചിങ്ങിന് വേണ്ടി എടുക്കുക. പക്ഷേ ഞാൻ അതിന് മുന്നേ ഉള്ള ഒരു 6 മാസമാണ് സെലക്ട് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് അതിന് ശേഷം ഇപ്പോൾ ഞാൻ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രെയിനിങ് ഒക്കെ, 3rd സെമ്മിൽ ട്രെയിനിങ് കഴിഞ്ഞ പാടെ ആയിരിക്കും എക്സാം വരുന്നുണ്ടാകുക. അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കുറച്ചും കൂടെ ടൈറ്റ് ആകും. നമുക്ക് അറിയാത്ത സ്കൂളായിരിക്കും, പ്രാക്ടീസൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ 2nd സെം കഴിഞ്ഞ സമയത്ത് കുറച്ച് ഫ്രീ ആയ ടൈം, അതായത് നമുക്ക് ഏപ്രിൽ മെയ് ടൈം വെക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ PG ഒക്കെ, ഇപ്പോൾ BEdൻ്റെ സിലബസ് നമുക്കറിയാം, നമ്മൾ സബ്ജക്റ്റ് എന്നുള്ള ടച്ചൊക്കെ വിട്ടുപോകും. നമ്മൾ തീരെ, എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റ് ഒരിക്കലും നമ്മൾ BEdൽ കവർ ചെയ്യുന്നില്ല. അപ്പോൾ PGയുടെ ടോപ്പിക്സ് ഒക്കെ മറക്കുന്നുണ്ട് തോന്നി. ഞാൻ ഡെലിവറിക്ക് ആയിട്ട് ഒരു ബ്രേക്ക് വന്നിരുന്നു, ഒരു വർഷം ബ്രേക്ക് എടുത്തതിന് ശേഷം 2022 ബ്രേക്ക് എടുത്ത് 2023 ഞാൻ BEd ചെയ്യാൻ വേണ്ടി ചേരുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയ ടൈമിൽ നമുക്ക് തന്നെ തോന്നി തുടങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് സബ്ജക്റ്റ് നമ്മൾ തീരെ മീൻസ് എവിടെയോ നമുക്കത് മിസ്സാകുന്നുണ്ടെന്ന് തോന്നിയൊരു പോയിന്റിലാണ് നമുക്ക് ഇങ്ങനെ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ എന്നെ അങ്ങനെ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, അവൾ ഒരു കോഴ്സ് അവിടെ ചെയ്യുന്നുണ്ട്, നല്ല ക്ലാസ്സാണ്, അതുൽ സാറെ ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സാണ്, നീ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തിട്ട് നല്ല എന്താ പറയുക, റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു. I+ൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് ബേസ് നമ്മൾ എത്രത്തോളം ബാക്കിലാണെങ്കിൽ കൂടിയിട്ട് നമുക്കത് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ പറ്റിയ രീതിയിലുള്ള ക്ലാസ്സസ് ആയിരുന്നു. നമ്മുടെ ടൈം എടുത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്ലാസ് കാണാം. അപ്പോൾ ഞാൻ ചെയ്തത് എന്താ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആദ്യം ഞാൻ ക്ലാസ് കണ്ടതിന് ശേഷം അതിൻ്റെ നോട്ട്സ് എല്ലാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തിട്ടാണ് നമ്മൾ പഠനം തുടങ്ങിയത്. അതിൽ 6ഓളം യൂണിറ്റുകളുണ്ട്. എല്ലാ യൂണിറ്റും നമ്മൾ നമ്മുടെ ടൈം എടുത്ത് ആ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ ടൈം എടുത്ത് നമ്മൾ പഠിച്ചു വന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് PYQ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെറ്റ് സിലബസിലോട്ട് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ആ ഒരു സിലബസ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്, ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. വേറൊരു സോഴ്സിലോട്ട് നമുക്ക് തിരിയേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും ട്രെയിനിങ്ങിലോട്ട് തിരിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഡ്രോബാക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഏതൊരു കാര്യത്തിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രാക്ടീസിന് എയ്ഡ് ഉണ്ടാക്കുക, കാര്യങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ ആ ഒരു രീതിയിലോട്ട് മാറി. എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരേ സമയം 1-2 കാര്യങ്ങളിലോട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സെറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു, അതായത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചു. എന്നിട്ട് നമ്മളങ്ങനെ ട്രെയിനിങ്ങിന് പോയി. അങ്ങനെ 4 മാസം കഴിഞ്ഞ് പിന്നെ നമുക്ക് 2 മാസമുണ്ട്. ഈ ഒരു 2 മാസത്തിലാണ് നമ്മൾ ഈ ഒരു സെറ്റിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഈ നോട്ട്സ് യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ നോട്ട് യൂസ് ചെയ്ത് പഠിച്ചു. ഞാൻ ആര്യ മാം വഴി കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് ചോദിക്കും. മിസ് അത് സാറിൻ്റെ അടുത്ത് ഫോർവേഡ് ചെയ്തിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കേട്ടിട്ട് ജനുവരി 19 കേട്ടിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു 2 ആഴ്ച നമുക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെ ചോദിക്കുക, സാറടുത്ത് ഇനി ചോദിച്ചാൽ നമുക്ക് റിപ്ലൈ കിട്ടുമെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടും ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. എന്തൊക്കെ കോഡൊക്കെ പറഞ്ഞിരുന്നല്ലോ, പക്ഷേ ഓർക്കാൻ കഴിയുന്നില്ല, എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ചോദിക്കായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഈ റിപ്പബ്ലിക് ഡേനോടനുബന്ധിച്ചിട്ട് ഒരു 76 റുപ്പീസ്
അങ്ങനെ ഒരു സംഭവം. അതായത് 76 രൂപയ്ക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരാഴ്ചത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം അവർ അങ്ങനെ നമ്മളൊരു ആഡ് കണ്ടു. അങ്ങനെ 2 പേര് അതിന് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു നമ്മുടെ നോട്ട്സ് യൂസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു 2 ആഴ്ച നമുക്ക് ക്ലാസ് വീണ്ടും കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ BEd ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു 6 മാസം കംപ്ലീറ്റ് ആയിട്ട് സെറ്റിന് വേണ്ടി മാറ്റി വെക്കാം. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ഫുൾ ടൈം കിട്ടൂല. നമുക്കങ്ങനെ പ്രിപ്പയർ ചെയ്ത് മീൻസ് അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വരാൻ ഒരിക്കലും നമുക്ക് ടൈം കിട്ടൂല. അപ്പോൾ അങ്ങനത്തെവരെ സംബന്ധിച്ച് എന്താണ്, എനിക്ക് ആ ഒരു 76 റുപ്പീസ് സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ബെനിഫിഷ്യലായിട്ട് തോന്നി. പിന്നെ അതിൻ്റെ കൂടെ തന്ന മറ്റേ സെറ്റ് മാരത്തോണിൻ്റെ ക്ലാസ്സുകളൊക്കെ മാക്സിമം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. 2 പേര് ഇരുന്ന് ഒരുമിച്ചാണ് പഠിച്ചതും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ മാക്സിമം ആ സെറ്റ് മാരത്തോൺ ആണെങ്കിലും ഫ്രീ ബീസ് ആണെങ്കിലും എല്ലാം ഞങ്ങൾ മാക്സിമം അത് ഞങ്ങൾ യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് വീടാണ്. ഞാൻ ക്ലാസ്സിന് പൊതുവേ എൻ്റെ വീട്ടിൽ നിന്നാണ് പോകാറ്. കാരണം ചെറിയ മോനുള്ളതുകൊണ്ട് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് നമ്മൾ പോകാറ്. മോനിപ്പോൾ 2 വയസ്സ്. അപ്പോൾ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും നമ്മളൊരു പഠനത്തിനെതിരായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. എല്ലാ കാര്യത്തിനും അവർ സപ്പോർട്ടാണ്. ഏത് നേരത്താണെങ്കിലും എന്താണെങ്കിലും അവർ സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 6 മാസം മുന്നേയുള്ള കോഴ്സ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്കെൻഡിൽ ഹസ്ബൻഡ് വീട്ടിൽ വരും, പിന്നെ നമ്മൾ അവിടേക്ക് പോകും. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ടൈമില്ല. അപ്പോൾ ഞാൻ ഈ സെറ്റിനോടനുബന്ധിച്ചുള്ള ഒരു 6 മാസമാണ് കോച്ചിങ്ങിന് വേണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കത് പഠിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു മൺഡേ ടു ഫ്രൈഡേ നമ്മൾ സ്കൂളിൽ പോകും, ട്രെയിനിങ് ആയിട്ട്. നമുക്ക് അറിയില്ല എങ്ങനെയായിരിക്കും നമുക്ക് വർക്കും മീൻസ് അവറും കാര്യങ്ങളൊക്കെ അവർ അലോഡ് ചെയ്ത് തരിക എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുമ്പുള്ളൊരു 6 മാസം ട്രൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ട്. പക്ഷേ ആ 6 മാസം മതിയായിരുന്നു. നമുക്കൊരു 6 മാസം കിട്ടിയ 6 മാസം നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുകയാണ്, നോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി സെറ്റ് ക്ലിയർ ചെയ്യാനെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. പിന്നെ അതിൽ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് എൻ്റെ അടുത്ത് പറ്റിയൊരു ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പേപ്പർ ഉണ്ടായിരുന്നു, മെയിൻ പേപ്പർ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ ഫോക്കസ് മുഴുവൻ മെയിൻ പേപ്പറിലോട്ട് പോകും. പിന്നെ അധികം നമ്മൾ അങ്ങനെ അങ്ങോട്ട് PYQs ഒന്നും വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെയായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പാറ്റേൺസ്, കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണില്ല. സാധാരണ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ മെയിൻ പേപ്പറിന് കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കും. അപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. മെയിൻ പേപ്പറിനാണ്, അതായത് അതുൽ സാറെ ക്ലാസ് കംപ്ലീറ്റ് ഫുൾ അതിൽ വെബിനാർ റെക്കോർഡിങ്സ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ജനറൽ പേപ്പർ നമുക്ക് എവിടെയോ മിസ്സായി. അലൻസറുടെ ലോജിക്കൽ റീസണിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ 4, 5, 6 അതായത് ഫിലോസഫി, സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അത് വരുന്ന എല്ലാ ക്ലാസ്സും നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ 3 സെക്ഷൻ അതായത് GKയിൽ ഒരു 108ഓളം വീഡിയോസ് ഉണ്ടായിരുന്നു. ഒന്നാമത് എനിക്കിത് ഇങ്ങനെ ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അത്രത്തോളം അങ്ങനെ ഓർത്ത് വെക്കാനുള്ളൊരു എബിലിറ്റി ഇല്ല. അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തു. കാരണം ഓൾറെഡി നമുക്കുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ BEdന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങളാണ്. ഫിലോസഫി, സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പഠിച്ചുകൊണ്ട് സെക്കൻഡ് സെമ്മിന് നമ്മൾ ഇതിൻ്റെ നോട്ട്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് എക്സാമിനും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യത്തെ 3 യൂണിറ്റ് നമ്മളങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് എക്സാം ഹാളിലാണ്. കാരണം കഴിഞ്ഞ തവണത്തെ എക്സാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അധികം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ട്രെൻഡ് വീണ്ടും മാറി. അപ്പോൾ പക്ഷേ എങ്ങനെയോ ലക്കിന് നമുക്ക് കിട്ടിയെന്ന് പറയാം. അതെ. ഇപ്പോൾ ഫ്യൂച്ചർ ആസ്പിറൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പോയിന്റിലെത്തുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഒന്നും ആയില്ലേ, എവിടെ എത്തിയില്ല. നമ്മൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാകും. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ടാണ് പഠിക്കുന്നത്. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ 23, 24 ഒക്കെ എത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടും. അതിപ്പോൾ ഏത് റിലീജിയൻ ആണെങ്കിലും നിങ്ങൾ ഏത് വിശ്വാസിയാണെങ്കിലും ഒരു പോയിന്റിലെത്തുമ്പോൾ എവിടെ എത്തിയില്ലേ, ഒന്നും ആയില്ലേന്ന് ചോദിക്കാനുള്ള ആൾക്കാർ കൂടും. പക്ഷെ അവരൊരിക്കലും മനസ്സിലാക്കില്ല. നമുക്ക് ഇപ്പോൾ സെറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഡിഗ്രി കഴിയണം, PG കഴിയണം, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് BEd കഴിയണം. ഇത് 3 കഴിയുമ്പോൾ തന്നെ എത്ര വർഷങ്ങൾ അവിടെ പോകുന്നു നമ്മൾ മൈൻഡ് ആക്കണം. അപ്പോൾ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സാം എഴുതുന്ന ആ സെൻറ്ററിൽ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഹൈസ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് സെറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ 5ാമത്തെ തവണയൊക്കെ ട്രൈ ചെയ്ത് സെറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ടീച്ചേഴ്സിനൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു കഷ്ടം. കാരണം അവരുടെ സങ്കടം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും. അപ്പോൾ അവരവരുടെ വേവലാതി ഇങ്ങനെ പറയും, മീൻസ് വീട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി, ഇപ്പോഴും ഒന്നും ആയില്ലേ, ഒന്നും എവിടെ എത്തിയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ. പക്ഷെ അവരും ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്പേസും റെസ്പെക്റ്റും നമ്മൾ സൊസൈറ്റി കൊടുക്കണം. നമുക്ക് എന്താണോ കിട്ടാത്തത് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില മൊമെൻറ്റിലെത്തുമ്പോൾ നമ്മളിങ്ങനെ പറയാം, ആ കുട്ടി നല്ല പഠിക്കുമായിരുന്നു, പക്ഷെ എന്നിട്ട് ആ കുട്ടിക്ക് പോലും എത്തിയില്ല. അങ്ങനെയൊന്നുമില്ല. അതായത് ആർക്കും എത്താൻ പറ്റാത്തതോ നേടാൻ പറ്റാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ബ്രേക്ക് എടുക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് വേണ്ട പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ചില സമയങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ
അതിൻ്റേതായ രീതിയിൽ നമ്മൾ എന്താണെന്നുള്ളത് തിരിച്ചറിയുക, അതിനനുസരിച്ചുള്ള എഫേർട്ട് കൊടുക്കുക. ബാക്കിയുള്ളവർ പറയുന്നതൊന്നും അത്രത്തോളം അങ്ങോട്ട് നമ്മൾ ചെവി കൊള്ളേണ്ട ആവശ്യമില്ല. കാരണം നമുക്കേ അറിയുള്ളൂ. നമ്മുടെ വിജയങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സെറ്റ് പോലുള്ള അല്ലെങ്കിൽ നെറ്റ് പോലുള്ള കോച്ചിങ്ങുകൾ മീൻസ് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു കോച്ചിങ് സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ IPLS പോലുള്ള നല്ല ഫാക്കൽറ്റീസിൻ്റെ കൂടെ അവരിലും കൂടെ നമ്മുടെ വിശ്വാസം അർപ്പിക്കുക. കാരണം അവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അവർക്ക് അറിയാം ഒരു പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത്. നമ്മളൊരിക്കലും നമുക്കിപ്പോൾ ടോപ്പിക്ക് അറിയാമെന്ന് വിചാരിച്ച് നമുക്കൊരിക്കലും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ പഠന രീതികൾ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ചിലരെന്താകും റെഫറൻസ് ബുക്ക് മാത്രം പഠിക്കുന്നവരുണ്ടാകും, ചിലർ ഗൈഡ് മാത്രം പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്നും വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെ നമ്മുടെ വിശ്വാസം അവരിൽ അർപ്പിക്കുക, എന്നിട്ട് അവരുടെ കൂടെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ആപ്പിളിൽ നിന്ന് ആക്സസ് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അറിയില്ല നമ്മൾ അത് തുടരുന്നുണ്ടോ, മീൻസ് നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും. കാരണം ഒരുപാട് ബാച്ചും കുട്ടികളും ഒരുപാട് പേര് വന്ന് പോകുന്നുണ്ടാകും. അപ്പോൾ സെക്കൻഡ് ടൈമിൽ ഞാനിപ്പോൾ ഈ ആര്യ മിസ്സിൻ്റെ അടുത്ത് എന്ത് കാര്യം തന്നെ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, സെറ്റിൻ്റെ റിസൾട്ട് ആണെങ്കിലും അതാണെങ്കിലൊക്കെ. അപ്പോൾ എന്തെങ്കിലും മിസ്സിന് അറിയാത്ത കാര്യങ്ങൾ അതിൻ്റെ മിസ്സ് സാർക്ക് ഫോർവേഡ് ചെയ്തിട്ട് അതിന് റിപ്ലൈ തരും. അപ്പോൾ അത്രയും സർവീസ് അല്ലെങ്കിൽ അത്രത്തോളം അതിൻ്റെ പിന്നിൽ അതിന് വേണ്ടിയുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഈ വരുന്ന ജൂലൈയിൽ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ സെറ്റ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്